എല്ലാവരും ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് വരുന്ന ഒരു സംഭവമാണ് കാർഡിയോ മെഷീൻ. നമ്മൾ 4 കാർഡിയോ മെഷീൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ത്രെഡ്മിൽ. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വാ. ഇതാണ് നമ്മുടെ ത്രെഡ്മില്ല്. 8 HP പവറുള്ള ത്രെഡ്മില്ലാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റുന്നതാണ്. കിടിലൻ ത്രെഡ്മില്ലാണ്. നമ്മൾ ഒരു 6 മന്തായി യൂസ് ചെയ്യുന്നു. വലിയ കറണ്ട് ചാർജും ഇല്ല, പക്ഷേ നമുക്ക് നല്ല വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ജിമ്മിൽ വന്ന് ത്രെഡ്മില്ല് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് പൊതുവെ ത്രെഡ്മില്ലിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. നമ്മുടെ വരുന്ന ക്ലയൻസിൻ്റെ ആവശ്യപ്രകാരം ഞാൻ എടുത്തൊരു സംഭവമാണ് ഈ ത്രെഡ്മിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഉള്ളത് സൈക്കിളാണ്. സൈക്കിള് സത്യം പറയാം എല്ലാ ജിമ്മിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉറപ്പായിട്ടും വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ സാധനം സൈക്കിളാണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് മോഡലാണ്. ഇതിൽ നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ ഉള്ള പോലെ ഗിയറാണ് ഉള്ളത്. 1 2 3 4 4 ഗിയറാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഗിയറാണ്. അപ്പോൾ ഇത് നമ്മൾ 4 ഹൈ എൻഇൻസിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ലെഗിലെ മസിൽസൊക്കെ വളരെയധികം ടൈറ്റായിട്ട് പിടിക്കും. നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യവും സ്ട്രെങ്തും ഉള്ള അനുസരിച്ച് നമുക്ക് ഈ സൈക്കിൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ നീ പെയിൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ലെഗ് മസിൽ സ്ട്രെങ്തനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ ത്രെഡ്മിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നീ പെയിൻ കൂടാൻ ചാൻസ്. അതുകൊണ്ട് ഞാൻ നീ പെയിൻ വരാതെ ലെഗ് മസിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് ഒരു മൈൻഡോട് കൂടി എടുത്ത കാർഡിയോ മെഷീൻസ് ആണ് കൂടുതൽ. കാരണം കാർഡിയോ മെഷീൻസ് ചെയ്യുമ്പോൾ ഫാറ്റ് കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുട്ടുവേദന ഉള്ളവർ എങ്ങനെ ഫാറ്റ് കുറയ്ക്കും? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ നമ്മൾ നിന്നിട്ട് ചെയ്യാതെ ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ലെഗിന് വേറെ വലിയ നീ ജോയിൻറ്റിന് ഇഷ്യൂ ഒന്നും വരാത്ത നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് അറേഞ്ച് ചെയ്യും. അപ്പോൾ സൈക്കിളിൻ്റെ വിശേഷത ഇതൊക്കെയാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളുടെ ജിമ്മിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. നമ്മുടെ ഇവിടെ നമ്മൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് വരുന്ന സാധനമാണ് നമ്മുടെ എയർ ബൈക്ക്. എയർ ബൈക്കിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമല്ല. ആർക്കും സത്യത്തിൽ ഇത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. നമുക്ക് ഇവിടെ എഴുതിയിട്ട് ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നമ്മുടെ കലോറി ബേണിംഗ്, ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വളരെയധികം കൃത്യമായിട്ട് കാണിക്കുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡിയാണ്. എന്നാലും ഇതിൽ വിൻ ബൈക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റ് കിട്ടും. നമുക്ക് കാറ്റോട് കൂടി തന്നെ അത്യാവശ്യം ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് പറയാനുള്ളത് സൈക്കിളിൻ്റെ മോഡലായിട്ടുള്ള പെഡലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് പെഡലിംഗ് ഉണ്ട്. ഹാൻഡ് പെഡലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സംഭവം ചെയ്യാം. നമ്മൾ കെയർ ചെയ്തിരുന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നോർമലി എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അപ്പർ ബോഡി മാത്രം പിടിച്ചാൽ മതി. നമ്മൾ ലെഗിന് സൈക്കിളിലൊക്കെ ചെയ്തു അല്ലെങ്കിൽ ലെഗിന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പർ ബോഡി മാത്രം സ്ട്രെങ്തനിങ് ചെയ്യണം. അപ്പർ ബോഡി ഫോക്കസ് ചെയ്യണം. അപ്പോൾ കാലെടുത്ത് മേലോട്ട് വെച്ചാൽ മതി. ഇതാർക്കും വലുതായിട്ട് അറിഞ്ഞൂടാ. എന്നിട്ട് നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ബാക്ക് മസിൽസൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ചെയ്യും. ലാറ്റ്സ്, അതുപോലെ തന്നെ റൊട്ടേറ്ററി കഫ് മസിൽസ്, ഇതെല്ലാം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ഒരു കാർഡിയോ എക്സസൈസുമാണ്. നമുക്ക് ലെഗ് മൂവ്മെൻറ്റ് കൊടുക്കാതെ ലെഗ് പൊക്കി വെച്ച് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി കൂടിയാണ് ഞാനൊരു സൈക്കിൾ ഉണ്ടായിട്ടും ഒരു വിൻ ബൈക്ക് ഇവിടെ അറേഞ്ച് ചെയ്തത്. അടുത്ത വേറൊരു മെഷീൻ കൂടിയുണ്ട്. മറ്റെങ്ങ് ജിമ്മിലും കാണപ്പെടാത്തൊരു സാധനമാണ്. ഈ മെഷീൻ്റെ പേരാണ് സ്കീ റോയർ. അപ്പോൾ നിങ്ങളാരും അങ്ങനെ അധികം ജിമ്മുകളിലും കണ്ടിട്ടില്ലാത്തൊരു സാധനം. ഞാൻ എന്തിനാണ് അത് എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നീക്കി നമ്മുടെ ലോവർ ബോഡി വലുതായിട്ട് മൂവ്മെൻറ്റ് കൊടുക്കാതെ അപ്പർ ബോഡി നന്നായിട്ട് യൂസ് ചെയ്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് സ്കീ റോയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കീ റോയർ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഹാൻഡിൽസിൽ പിടിച്ചിട്ട് നമ്മൾ റോയിങ് ചെയ്യുക, തുഴയുക, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഒരുപാട് ടൈം ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് ഇൻക്രീസായി നമുക്ക് നല്ല രീതിയിലൊരു ഫാറ്റ് ലോസും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെഷീൻസ് ഞാൻ മെയിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മെഷീനാണ്. നിങ്ങളുടെ ജിമ്മിൽ ഇല്ലെങ്കിൽ വാങ്ങിച്ച് വയ്ക്കാൻ നിങ്ങളുടെ ജിമ്മിൻ്റെ ഓർഡറിനെടുത്ത് പറയുക. ഓക്കെ. പിന്നെ ബാക്കി എല്ലാ ജിമ്മിലും ഉള്ളതുപോലെയുള്ള നമുക്ക് പെഗ് ഫ്ലൈ ഉണ്ട്. വളരെയധികം നല്ല പെഗ് ഫ്ലൈ ആണ്. പിന്നെ സീറ്റർ റോയിങ്, ലാറ്റ് പുൾ ഡൗൺ എന്നീ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഇത്
വളരെയധികം നല്ലൊരു മികച്ച മെഷീനാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഹാംസ്ട്രിങ് വർക്കൗട്ടാണ്. ഹാംസ്ട്രിങ്ങിന് ഐസൊലേറ്റഡ് നല്ലൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇരുന്ന എക്സ്റ്റൻഷനും അതുപോലെ തന്നെ ഹാംസ്ട്രിങ് കേളും ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഡംബൽസ് എല്ലാം ക്യാപ്റ്റൻ അമേരിക്ക ആ ഒരു മോഡൽ വരുന്ന ഡംബലും പ്ലേറ്റുമാണ് ഉള്ളത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അജിലിറ്റി മൊബിലിറ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ ലാഡറും കോണും ഹഡിൽസും അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാറ്റർഡേയ്സിൽ അജിലിറ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലയൻസിന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ്. പിന്നെ 2 ഡംബൽ റാക്കുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിലേറെ ഡംബലുണ്ട്. ഡംബലിന് ആരും വഴക്കൂടണ്ട ഇവിടെ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് 4 ആംസ് മെഷീൻ ആവശ്യത്തിനുണ്ട്. പിന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ, പിന്നെ ഇത് ആപ്സ് റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. നിങ്ങൾ അധികം കണ്ടു കാണോ ഇല്ലെന്ന് അറിയില്ല. നല്ല അബ്ഡമിന് നല്ല സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുന്ന, മസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. പിന്നെ ഇതും ഒരു വെറൈറ്റി സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബൈസിനും ചെയ്യാം, ട്രൈസിനും ചെയ്യാം. 2 രീതിയിൽ ചെയ്യാൻ പറ്റുന്ന യുഎഫ്സിൻ്റെ ഒരു മെഷീനാണ്. പിന്നെ നമുക്ക് ബെഞ്ച് പ്രസ്സിൻ്റെ ബെഞ്ച് വരുന്നുണ്ട്. പിന്നെ നോർമൽ ബെഞ്ച് വരുന്നുണ്ട്. ലെഗ് പ്രസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് റൂമുണ്ട്, അതുപോലെ തന്നെ 2 ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഒരു ആൾക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രോട്ടീൻ കമ്പനിയായിട്ട് B2B ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും അങ്ങനെയുള്ള വൈറ്റമിൻസും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് തന്നെ ഓർഡർ എടുത്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ വാമപ്പ് ഏരിയ പോലെ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിൽ റഷ് കൂടുന്ന സമയത്തൊക്കെ ലേഡീസിനൊക്കെ ഒതുങ്ങി നിന്ന് വാമപ്പൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തി ട്രെയിനേഴ്സ് അവർക്ക് പ്രൈവസിയോടുകൂടി ചെയ്യിപ്പിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ജിമ്മിൽ നിങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലേക്കാണ് ഹൈജീനാണ് മെയിൻ. ഇതൊരു ഹെൽത്ത് ക്ലബ്ബാണ്, ഫിറ്റ്നസ് സെൻ്ററാണ്. പലയിടത്തും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വൃത്തിയില്ലാതൊക്കെ കിടക്കുന്നതായിട്ട്. നമ്മളിവിടെ വെൽ ഹൈജീനും ക്ലീനുമായിട്ടാണ് നമ്മളെല്ലാം സൂക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡയറ്റ് കഫേ എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ വലിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫുഡ് സപ്ലൈ കൂടി നമ്മൾ വരുന്ന ക്ലയൻസിന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ റിക്കവറി റൂം ജിയോതെറാപ്പി, അതും നമ്മൾ ഇവിടെയാണ് ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ജിയോതെറാപ്പി ക്ലിനിക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല രീതിയിലൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെയധികം മനോഹരമായിട്ടും പിന്നെ വളരെയധികം പേഷ്യൻസിന് കംഫർട്ടാകുന്ന രീതിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിതിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, മെയിനായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റ് പാഡാണ്, ഇലക്ട്രിക് ഹീറ്റ് പാഡാണ്. പേഷ്യൻസിന് എവിടെയെങ്കിലും സോറോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ചൂട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ടിഷ്യൂ, പിന്നെ ഇതൊക്കെ നമ്മുടെ മസാജ് എക്യുപ്മെൻറ്റ്സ് ആണ്. സ്പോർട്സ് മസാജ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ ഈ സാധനത്തിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതാണ് BCA മെഷീൻ, ബോഡി കോമ്പോസിഷൻ അനാലിസിസ് മെഷീൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ ജിമ്മിലെ ക്ലയൻസിന് നമ്മുടെ BCA ബോഡീൻ്റെ കോമ്പോസിഷൻ അനാലിസിസ് മെഷർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇതിൽ നമുക്ക് എല്ലാവരുടെയും വിചാരം ജിമ്മിൽ പോകുന്ന വെയിറ്റ് കുറയ്ക്കാനാണ്, ആൾക്കാർ വെയിറ്റ് കുറയ്ക്കാനാണ്. പക്ഷെ അങ്ങനെ അല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു മെഷീനാണത്. നമുക്ക് ഫാറ്റ്, മസിൽ റേറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ മെഷീൻ വെച്ച് മെഷർ ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന് ഈ മെഷീനിലൂടെ നമുക്കറിയാം. നമ്മുടെ ജിമ്മിലെ എല്ലാ അത്യാവശ്യം ക്ലയൻസിനെയും ഇതിൻ്റെ പ്രോഗ്രഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജിമ്മിൽ ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലയൻസിന് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ,
പിന്നെ എൻ്റെ ഗ്ലൗസ്, കുറച്ച് ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതാണ് ഫയർ കപ്പ് വരുന്നത്. പിന്നെ എൻ്റെ ഗണ്ണിൻ്റെ, മസാജ് ഗണ്ണിൻ്റെ ബാഗാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ ഈ ഷെൽഫിൽ വരുമ്പോൾ നമുക്ക് അക്യുപഞ്ചർ, ഇലക്ട്രിക് പെന്ന്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അക്യുപഞ്ചർ പല അളവിലുള്ള നീഡിൽസ്, പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന പിന്നെ ടെൻസ് മെഷീൻ, അതിൻ്റെ ബോക്സ്, കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ബെഡും പിന്നെ കപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡും ടേബിളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജോ തെറാപ്പിയിലുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വേറെ ഫേക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. ലൈസൻസിനോടുകൂടി കാര്യങ്ങളെല്ലാം ലീഗലായിട്ടാണ് ചെയ്യുന്നത്. അത്രയും ക്വാളിഫൈഡ് ആണ്. ഒരുപാട് വർഷത്തെ പ്രയത്നവും എക്സ്പീരിയൻസുമാണ് എനിക്കിത് തുടങ്ങാൻ പറ്റിയത്. അതിനൊക്കെ സാക്ഷികളായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് വരുമ്പോഴേ ആൾക്കാർ കാണണ്ടേ, അല്ലാതെ നമ്മൾ വേറെ ഒരു രീതിയിലും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ സർവീസ്, മറ്റു കാര്യങ്ങളും എല്ലാവരും വളരെയധികം നന്നായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ജിമ്മിൻ്റെ ഫീസ് സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു പോസ്റ്റർ വഴി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജിമ്മിൽ വരിക. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള കംഫർട്ടും ഇവിടെ ഉണ്ടാകും. ഫുള്ളി പ്രൈവസി എല്ലാം നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഇവിടെ വേറെ ലേഡീസിനായാലും പേടിക്കാനൊന്നുമില്ല. നല്ല ട്രെയിനേഴ്സാണ്. പിന്നെ ക്യാമറ ഫുൾ ടൈം ഇവിടെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ വേറെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് ഞാൻ ഇവിടെ വരുത്താത്ത രീതിയിലാണ് ജിമ്മ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ലൈഫും നല്ലൊരു ഫിറ്റ്നസ്സും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോ ഫിറ്റ്നസ് വരിക. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി കാത്തിരിക്കുക. വരും വീഡിയോകളിൽ അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും ജിമ്മിൽ വരിക. താങ്ക് യു.